ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നിങ്ങൾ അധികം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. അത് മറ്റൊന്നുമല്ല. ചടടാങ്, ക്ലിയർ അല്ലല്ലേ നിങ്ങൾക്ക്? ഞാൻ ഇതിൽ നിന്ന് ഇതിലേക്ക് പകർത്തി. ചടടാങ്, മനസ്സിലായി എന്താണ്? ഈ സംഭവത്തിൻ്റെ പേരാണ് ഊട്ടി വർക്കി. ഞെട്ടണ്ട, ശരിക്കുള്ള പേരാണ് ഊട്ടി വർക്കി. ഞാൻ ആക്ച്വലി ഇത് ആദ്യം ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഡിസ്കഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയുള്ള ഏതോ ഒരു മനുഷ്യൻ്റെ പേരാണ് ഊട്ടി വർക്കി എന്ന്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേരാണ് ഊട്ടി വർക്കി. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഊട്ടി വർക്കി. എങ്ങനെ ഇങ്ങനെ ഒരു പേര് വന്നെന്ന് ചോദിക്കരുത്. ചിലപ്പോൾ അവിടെയുള്ള വല്ല വർക്കിച്ചേട്ടൻ തുടങ്ങിയ സംഭവമായിരിക്കും. എന്തായാലും ഇത് നമ്മുടെ ഊട്ടിയിൽ എന്താ പറയുക, അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. വെറും സ്പെഷ്യാലിറ്റി അല്ല, ജി ഐ സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റാണ്. അതായത് നമ്മുടെ ഡാർജിലിംഗ് ടീ ഒക്കെ പോലെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള പ്രോഡക്റ്റാണ്. അതായത് അവിടുത്തെ കുറച്ച് കുടുംബങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഊട്ടി വർക്കി. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്നല്ലേ, നമ്മുടെ ഡോണ നെൽഗിരിയിലാണ്. അപ്പോൾ അവൾ തേയിലയോടൊപ്പം നല്ല അടിപൊളി ഇത് ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഊട്ടി വർക്കി പ്രൊക്യൂർ ചെയ്ത് അയക്കുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അത് നിങ്ങൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരുപാട് മധുരമല്ല, വളരെ വളരെ ലൈറ്റായിട്ടുള്ള, എന്നാൽ ഫ്ലേക്കി ആയിട്ട്, ക്രിസ്പി ഫ്ലേക്കി, ആ ഗീൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ കടിക്കുമ്പോൾ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ്. ശരിക്കും ഒന്നിലൊന്നും നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. കഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞ് എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് പാടില്ല. ഒരു പാക്കറ്റ് ഓൾറെഡി ഞാൻ തീർത്തു. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഡോണ പാക്ക് ചെയ്തിട്ട് അയക്കുന്നുണ്ട്. കാരണം ഇത് കാണുന്നുണ്ടോ, ഇത് ബഹ്റൈനിലെത്തിയിട്ടും ഇത്രയും ഇത് ഒന്നും പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് അടിയിൽ പൊടിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ പൊടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ ഊട്ടി വർക്കി കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനതേ ഒരു കുഞ്ഞ് ഊട്ടി വർക്കി എടുക്കുന്നു. ഭയങ്കര ലൈറ്റ് വെയ്റ്റ്, ഓവർ സ്വീറ്റ് അല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു സ്വീറ്റ്നെസ്. പിന്നെ ആ ഗീൻ്റെ ടേസ്റ്റും ശരിക്കും വയറിങ്ങനെ അലിഞ്ഞു പോവും. ചായയുടെ കൂടെ ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ സ്വീറ്റ് ക്രേവിങ് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ അനുവദിച്ച ഒരു പ്ലഷറാണ് നമ്മുടെ ഊട്ടി വർക്കി. അപ്പോൾ ഊട്ടി വർക്കി ഇതുവരെ കഴിക്കാത്തവർ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കിഡു സംഭവമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് അങ്ങോട്ട് അത് തിന്നു തീർക്കും. ഇതുവരെ ഊട്ടി വർക്കി ട്രൈ ചെയ്യാത്തവർ ഡോണയുടെ അടുത്തേക്ക് ഓടിച്ചില്ല. അവളുടെ ചായയുടെ ഒപ്പം അവൾ ഇനി മുതൽ അതിന് കടിയും കൂടി അവൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മഴ, ചായ, ഊട്ടി വർക്കി, മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്യക്കല്ലുണ്ടോ, ഹായ്.